നമസ്കാരം. PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആഗസ്റ്റ് 8, അതായത് 8/8/2024 നടന്ന ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ മലയാളം PSC നടത്തിയ പരീക്ഷയുടെ PSC എന്നെ തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീ ആണ് വായിക്കാൻ പോണത്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ 474/2023 ആണ്. ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള പരീക്ഷയാണ്. അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോറ് മനസ്സിലാക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ഞാൻ ആൻസർ മാത്രമേ വായിക്കുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം C ആണ്, ഭവന്തി. രണ്ടാമത്തെ D, അറിന്തേൻ. മൂന്നാമത്തെ ആൻസർ A ആണ്, ഭാഷാരസത്തേക്കാൾ ഏറിയിരിക്കുന്നത് ഉത്തമ മണിപ്രവാളമാണ്. 44 D ആണ്, കേരള പാണിനീയം 1-ാം പതിപ്പ്. ഇനി 5 C ആണ്, കുളിക്കാൻ വന്നു. 6 B ആണ്, പ്രകാരപ്രത്യയം. 7ാമത്തെ ആൻസർ D, കടലിൽ ചാടി. 8ാമത്തെ D, മുല്ലൈപ്പാട്ട്. 9 C, സാഖ്യം എന്നത് ഈ ദർശനത്തിന് സംഖ്യയുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. 10ാമത്തെ കുടം. 11 തീയാട്ട് പടയണി, അനുഷ്ഠാന കലകൾ. 12 അഞ്ചു തമ്പുരാൻ പാട്ട്, എടനാടൻ പാട്ട്, C ആണ്. 13 A ആണ്, സൂര്യനെയും അശ്വതി നക്ഷത്രത്തെയും പരിഗണിച്ച്. 14 A ആണ്, ഫോക്ലോർ നിഘണ്ടു, നാടോടി വിജ്ഞാനീയം. 15 B, കരി, കറി. 16 A ആണ്, ഉച്ഛ്വാസവായുവിൽ കുറച്ചു മൂക്കിലൂടെയും സ്വതന്ത്രമാകുന്നു. 17 C ആണ്, ഉഡേ, അൻ. 18 A, ഓടി. 19 B, നോം ചോംസ്കി. 20 C, സദൃശ സൃഷ്ടി. 21 B, അർത്ഥവികാസം. 22 A, ഭാരതി. 23 ഒന്നാമത്തെയും 4ാമത്തെയും പ്രസ്താവനയാണ്, അതായത് B ആണ് ഉത്തരം. 24 A, അഭിധാമൂല വ്യഞ്ജന. 25 പ്രസ്താവനകളിൽ 2ാമത്തെയും 3ാമത്തെയും, അതായത് വാങ്കാംഗാഭിനയം കൊണ്ട് അർത്ഥം സിദ്ധമാകുന്നത്. പിന്നെ 3ാമത്തെ ലോക സ്വഭാവത്തിൽ നിന്നു സംസിദ്ധമാകുന്നതും ലോകയാത്രയെ പിന്തുടരുന്നു. അപ്പോൾ D ആണ് ആൻസർ. 26 D ആണ്, പര, പശ്യന്തി, മധ്യമ, വൈഖരി. 27 ചേരുമ്പടി ചേർക്കണേൽ 1ാമത്തേന് C, 2ാമത്തേന് A, 3ാമത്തേന് D, 4ാമത്തേന് B. A ആണ് ഉത്തരം. ഇനി 28 C ആണ്, അനന്വയം. 29 C, വേർഡ്സ്വർത്ത്. 30 ചേരുമ്പടി ചേർക്കണേൽ 1ാമത്തേന് D, 2ാമത്തേന് A, 3ാമത്തേന് B, 4ാമത്തേന് C. അപ്പോൾ C ആണ് ഉത്തരം. 31 D, അന്തർജ്ഞാനപരമായ അറിവും യുക്തിശാസ്ത്രപരമായ അറിവും. 32 A ആണ്, ആത്യന്തിക സത്യമായ ആശയലോകത്തിൻ്റെ പ്രതിച്ഛായ മാത്രമാണത്. ഇനി 33 C ആണ്, എറിക് ഫ്രോം ഹെർബർട്ട് മാർക്യൂസ്. ഇനി 34ാമത്തെ പ്രസ്താവനകളിൽ 1ാമത്തെയും 4ാമത്തെയും, അതായത് മൗലികങ്ങളായ മാനുഷിക വികാരങ്ങളെ സ്പർശിക്കുന്നവ. പിന്നെ പ്രത്യക്ഷ ജീവിത യാഥാർത്ഥ്യങ്ങളെ നിർഭയമായി പകർത്തുക. അപ്പോൾ D ആണ് ഉത്തരം. ഇനി 35 നവചരിത്രവാദ പഠനം. 36 C, കുഞ്ചൻ നമ്പ്യാരും ചങ്ങമ്പുഴയും. 37 ചേരുമ്പടി ചേർക്കണേൽ 1ാമത്തേന് B, 2ാമത്തേന് D, 3ാമത്തേന് A, 4ാമത്തേന് C, അതായത് D ആണ് ഉത്തരം. ഇനി 38ാമത്തെ കുഞ്ഞിരാമൻ നായർ, മംഗളാശംസ, A ആണ്. 39 ചേരുമ്പടി ചേർക്കണേൽ 1ാമത്തേന് C, 2ാമത്തെ D, 3ാമത്തേന് A, 4ാമത്തേന് B, അതായത് B ആണ് ഉത്തരം. ഇനി 40 B, കേരളം. 41 C, ഇടശ്ശേരി K. കേളപ്പനെ കുറിച്ചിട്ടാണ്. ഇനി 42 A, സച്ചിദാനന്ദൻ ദേശാടനം. 43 കുഴിക്കാട്ട് മഹേശ്വരൻ നമ്പൂതിരി. 44 D, സുനു AV. 45 A, KM ചാക്കോ. 46 C, AP കുഞ്ഞാമു. 47 B, വാതിൽ പുറപ്പാട്. 48 ബാൾട്ടിക് ഡയറി. 49 B ആണ്, GN പണിക്കർ. 50 ധ്രുവചരിതം. 51 D, KK രാമചന്ദ്ര പുലവർ. 52 B, സമത്വവാദി. 53 D, ആയഞ്ചേരി വല്യശമാൻ. 54 ബി വേളൂർ കൃഷ്ണൻകുട്ടി.
55 എ സുരേഷ് കൃഷ്ണ. 56 ദിൽവാലെ ദുൽഹനിയ ലേ ജായേങ്കെ, ഡി ആണ്. 57 സി 1937. 58 ബി കെ ഭാസ്കരൻ നായർ. 59 ഡി എം പി ശങ്കുണ്ണി നായർ. 60 എ കാളിയുടെ നാവ്. 61 സി അപ്പുവിൻ്റെ അന്വേഷണം. 62 സി ഒ കെ സന്തോഷ്. 63 എ രാജേന്ദ്രൻ എടത്തുങ്കര. 64 സി അനുകൽപ്പനം. 65 എ താരതമ്യ സാഹിത്യം. 66 ഒന്നാമത്തെ, അതായത് ചങ്ങമ്പുഴയുടെ മധുരോത്സവവും പിന്നെ ജി ശങ്കരക്കുറുപ്പിൻ്റെ വിലാസലഹരിയും. അപ്പോൾ ബി ആണ് ഉത്തരം. ഇനി 67 സ്വനിമിക വിവർത്തനം, ഡി ആണ്. 68 മിതവാദി, എ ആണ്. 69 എ ആണ്. വി കെ ആദർശ്. 70 ആദ്യ മലയാള മാസികയിലെ ആദ്യ വാക്യം, അതായത് ഡി ആണ് ഉത്തരം. 71 സി ഭാഷയോടുള്ള അനുകൂല അഭിഭാവം. 72 ബി ആത്മാഭിമാനം. 73 ഡി ക്ലാസ് മുറി സൗകര്യങ്ങൾ. 74 സി പാത്രനാട്യം. 75 എ പഠനയാത്ര. 76 എ നിരീക്ഷണം പരികൽപ്പന പരീക്ഷണം സിദ്ധാന്തം. 77 ഡി ക്രോൺബാക്ക് ആൽഫ. 78 രണ്ടാമത്തെ മാത്രമേ ഉള്ളൂ, അതായത് സ്വാധീന ഗുണകം, അതായത് ബി ആണ് ഉത്തരം. 79 ചേരുംപടി ചേർക്കണയിൽ ഒന്നാമത്തേന് ബി, രണ്ടാമത്തേന് എ, മൂന്നാമത്തേന് ഡി, നാലാമത്തേന് സി. അപ്പോൾ ബി ആണ് ഉത്തരം. ഇനി 80-ാമത്തെ ഇവിടെ 4 ഇത് തന്നേക്കണയിൽ 1, 2, 3 ആണ് പ്രസ്താവനകൾ, ശരിയായ പ്രസ്താവനകൾ. അതായത് ഗുണാത്മക രീതിയാണ് ജനസംസ്കാര പഠനങ്ങൾക്ക് അനുയോജ്യം. പിന്നെ 2 കേസ് പഠനം ഒരു അനുദൈർഘ്യ രീതിയാണ്. പിന്നെ 3 ചരിത്ര പഠനങ്ങളുടെ വിശ്വാസ്യത പ്രാഥമിക ഉപാദാനങ്ങളുടെ വിശകലനത്തെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ സി ആണ് ഉത്തരം. ഇനി 81 ഡി ആണ് ഇന്ദിരാഗാന്ധി. 82 ബി ആണ് ആർട്ടിക്കിൾ 25. 83 ശരിയല്ലാത്ത പ്രസ്താവന ബി ആണ്. തിരഞ്ഞെടുപ്പ് പ്രകാരമാണ് ഗവർണർ എന്ന പദവിയിലേക്ക് നിയമനം നടക്കുന്നത് എന്നുള്ളത്. 84 സി ആണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. 85 ഡി ആണ് ഉത്തരം. അതായത് സംസ്ഥാനങ്ങളുടെ പേരുമാറ്റലും സംസ്ഥാന നിയമസഭയുടെ ഉപരിസഭ രൂപീകരണം, എയും ബി ആണ്. അപ്പോൾ ഡി ആണ് ഉത്തരം. 86 എ ആണ് 30 ദിവസം. 87 സി ആണ് ഹീരാലാൽ സമാറിയ. 88 എ സുതാര്യവും ഉത്തരവാദിത്വപൂർണവുമായ ഭക്ഷ്യധാന്യ വിതരണം ഉറപ്പുവരുത്തുക. പിന്നെ പൊതുവിതരണ സംവിധാനത്തിലൂടെ ഭക്ഷ്യസാധനങ്ങളുടെ കൃത്യമായ വിതരണം ഉറപ്പുവരുത്തുക. അപ്പോൾ എയും ബി ആണ് ശരി. അപ്പോൾ ബി ആണ് ഉത്തരം. 89 ഡി ആണ് വീടുള്ള എല്ലാ വിഭാഗത്തിലെയും യുവതിയും യുവാക്കളും, ഡി ആണ്. 90 സി ആണ് ജില്ലാ മജിസ്ട്രേറ്റ്. 91 ഡി ആണ് കുറിച്യ കലാപം. 92 ആദയേത ചിന്ത പദ്ധതിയും വേദാന്ത സംഗ്രഹവും, അതായത് ബി ആണ് ഉത്തരം. 93 1907 ബി ആണ്. 94 സി ആണ് മന്നത്ത് പത്മനാഭൻ. 95 ബി ആണ് തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ. 96 സുമൻ ബാറി, സി ആണ്. 97 എ ആണ് ഭേദഗതി 86. 98 ബി ആണ് 2008. 99 കേരളസിംഹം എന്ന് പറയുന്നത് ഡി പഴശ്ശിരാജ. 100 SNDP യോഗത്തിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറി എൻ കുമാരനാശാൻ, എ ആണ്. അപ്പോൾ ഇത്രയാണ് ഇന്ന് നടന്ന ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ മലയാളം PSC തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീ. അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോറ് മനസ്സിലാക്കുക. ഓക്കെ, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലെന്തെങ്കിലും കറക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞ് ഫൈനൽ ആൻസർ കീ PSC തന്നെ പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഓക്കെ, താങ്ക് യു.